ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിലമ്പൂർ കോവിലകത്തിൻ്റെ അടുത്താട്ടോ. നിലമ്പൂർ കോവിലകം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പുറമേ കൂടെ നടന്ന് കാണാനുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നിലമ്പൂർ കോവിലകത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇത് 1924 ഇതിവിടെ സ്ഥാപിച്ചത്. കൂടാതെ ഇന്നും അതേ തലമുറയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു കൊട്ടാരം കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ കരുതുന്ന പോലെ ഇത് കേവലം ഒരു കോവിലകം മാത്രമല്ല. ഈ പ്രധാന കവാടം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി കൊട്ടാര സദൃശ്യമായ ഒത്തിരിയേറെ കെട്ടിടങ്ങൾ നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ടത് ഒരു ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ളതാണ്. അതാണ് യഥാർത്ഥ രീതിയിലുള്ള കൊട്ടാരം. ബാക്കിയെല്ലാം കൊട്ടാരങ്ങളാണ്, കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങളുമാണ്. ഇപ്പോഴും ഇവിടെ എല്ലാം ആളുകൾ താമസിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം. ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ, അതായത് 1239 ശേഷമാണ് ഇവിടെ ഒരു രാജഭരണം നിലവിൽ വരുന്നത്. ഇതാണ് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ പ്രവേശന കവാടം. ഈ കവാടം തന്നെയാണ് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമായിട്ടും കണക്കാക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദമില്ല, ഫോട്ടോ എടുക്കാനുള്ള അനുവാദമൊന്നുമില്ല. എങ്കിലും യഥാർത്ഥ കൊട്ടാരത്തിന്റെ ഒരു പിക്ചർ ഞാൻ ഇതിനൊപ്പം ഇടുകയാണ്. കേരളത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന സാമൂതിരി രാജാവ് തൻ്റെ സ്വത്തുക്കളും എസ്റ്റേറ്റുകളും എല്ലാം നോക്കുന്നതിനും അതുപോലെ അവിടെ ഒരു രാജ്യം നിലനിർത്തുന്നതിനും വേണ്ടി ഏകദേശം കോഴിക്കോട്ട് നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള നിലമ്പൂര് തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഏറാടി രാജകുമാരനെ നിയമിച്ചതോടുകൂടിയാണ് ഇവിടെ ഒരു രാജ്യം നിലവിൽ വന്നത്. ഒരു രാജ്യം നിലവിൽ വന്നതെങ്കിലും അതിൻ്റെ പൂർണ്ണ നിയന്ത്രണവും സാമൂതിരിയുടെ കയ്യിൽ തന്നെ ആയിരുന്നു. തുടർന്ന് 1806 സാമൂതിരി രാജവംശത്തിന്റെ പതനത്തിന് ശേഷം 1921 മലബാർ കലാപം ഉടലെടുക്കുന്ന അതേ സമയം വരെ ഇവരും ഇവരുടെ പിൻ തലമുറക്കാരുമായിരുന്നു ഇവിടം ഭരിച്ചിരുന്നത്. നിലമ്പൂർ കോവിലകത്തെ ഒരു മുൻകാല സാമന്ത രാജ്യമായിട്ടും അതുപോലെ ഒരു രാജകീയ കോവിലകമായിട്ടുമായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇത് ഭരിച്ചിരുന്നത് നാഗവംശി വംശത്തിൽപ്പെട്ട സാമന്ത ക്ഷത്രിയരായിരുന്നു. സാമന്ത ക്ഷത്രിയരായ രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെ വിവാഹം കഴിച്ചതുകൊണ്ട് നിലവിൽ ഭരണം മാറി മാറി വരികയുണ്ടായി. ആ സമയത്ത് ബ്രാഹ്മണരും ക്ഷത്രിയരും മാറി മാറിയാണ് കോവിലവും ഭരിച്ചിരുന്നതെന്ന് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.